വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഉപ്പുതോട് ഇടവകയിൽ വന്ന് നമുക്ക് ഒരുമിച്ച് നിങ്ങളോടൊത്ത് എനിക്കും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്തനായി ആദ്യമായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ അച്ഛനെ കണ്ടെങ്കിലും ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ചേലച്ചൂട് ഇന്ന് 3 മണിക്ക് ബൈബിൾ സൊസൈറ്റിയുടെ ചേലച്ചോട് ബ്രാഞ്ചിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ട്. അതിന് വരണമെന്ന് പറഞ്ഞ് നേരത്തെ ക്ഷണിച്ചിരുന്നു. അത് 3 മണിക്കാണ്. അതുകൊണ്ട് അതിന് വരാമെന്ന് പറയുകയും അതുപോലെ ഇന്ന് വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ കട്ടപ്പന ഒരു ഐക്യ കരോൾ പ്രോഗ്രാം ഉണ്ട്. വളരെ നാളുകളായിട്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനും നേരത്തെ വിളിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് രാവിലത്തെ ആരാധന വേറെ എവിടെയെങ്കിലും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഓർത്തപ്പോഴാണ് ഇന്നലെ ഇവിടെ വന്ന് ആരാധന ഇവിടെ കുറേ നാളായല്ലോ വന്നിട്ട് എന്ന് വിചാരിച്ചു. ഇവിടെ വരാമെന്ന് വിചാരിച്ച് അച്ഛനോട് സമയം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു 8 മണിക്കാണ് ആരാധന എന്ന് പറഞ്ഞു. ഇവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ആരാധന ഇവിടെ പങ്കുചേരുവാനായിട്ട്. ഇന്ന് പുതിയോഗം കൂടെ ഉണ്ട് എന്ന് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. പുതിയോഗത്തിന് നിൽക്കുന്നില്ല. ആരാധന കഴിഞ്ഞ ഉടനെ ഞാൻ പോകും. വന്നു ജസ്റ്റ് നിങ്ങളെ ഒന്ന് കണ്ടു പോകുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ആലയവും പണിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്ലാനും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഫണ്ട് റേസിങ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അച്ഛനും സഭയുടെ ഭരണസമിതി ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് പറയുകയും അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ചിത്രം എൻ്റെ മനസ്സിൽ തരികയും ചെയ്തു. മാത്രമല്ല ദേവാലയത്തെക്കുറിച്ചും സഭയെക്കുറിച്ചൊക്കെയും അല്പസ്വല്പമായ കാര്യങ്ങൾ എനിക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെ മനോഹരമായ ഒരു ആലയം ഉയരേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹൈറേഞ്ച് പ്രദേശത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു CSI ഇടവകയാണ്. കൊന്നത്തടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടായ സഭ ഈ സഭയാണ്. പിന്നീടാണ് ബാക്കിയുള്ള ഇന്ന് കാണുന്ന എല്ലാ സഭകളും നമ്മുടെ CSI സഭകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം ഉണ്ട്. ചേലച്ചൂട് പ്രദേശങ്ങളൊക്കെയും കഞ്ഞിക്കുഴി തുടങ്ങിയുള്ള പ്രദേശങ്ങളൊന്നും ആൾതാമസം വരുന്നതിന് മുമ്പ് എന്ന് വേണേൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആൾതാമസം കുടിയിരുത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആലയം ഉയരുകയും ഇവിടെ സഭാമക്കൾ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. അന്ന് ഏറ്റവും നല്ല ഒരു ആലയം, അന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അത്രയും നല്ല ആലയം വേറെ ചുറ്റുപാടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ആലയങ്ങൾ, മനോഹരമായ ആലയം, ബലവത്തായ ഒരു ആലയം നിങ്ങളുടെ പരിശ്രമഫലമായി, നമ്മുടെ പിതാക്കന്മാരുടെ പരിശ്രമഫലമായി അവർ ചെയ്തു. ഇന്നും അത് അപ്രകാരം തന്നെ നിൽക്കുന്നു. തീർച്ചയായിട്ടും കാലപ്പഴക്കത്തിൻ്റെ ഒരു കേടുപാടുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇതിനില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പുതിയൊരു ആലയം വളരെ അത്യാവശ്യമാണ്. ഇത് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യുന്നതോ പോകുന്നത് ഇന്നത്തെ കാലഘട്ടമനുസരിച്ച് നോക്കുമ്പോൾ അത് ചിലവേറിയതാണ്. അതോടൊപ്പം തന്നെ കാലാനുസൃതമായിട്ട് നോക്കുമ്പോൾ അത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യം കൂടിയാണ്. അതെല്ലാം സഭാമക്കൾ കണ്ട് അങ്ങനെ ഒരു ആലോചന എടുക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വേളയിൽ നിങ്ങളെ കണ്ട് ഒന്ന് നിങ്ങളോടൊത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് വന്നതാണ്. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല സ്വാഗത വചനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വന്ന സമയത്ത് ദേവാലയത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയും നിർമ്മാണ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നത് ഞാൻ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് രാവിലെ ആരാധന നമുക്കിവിടെ പണ്ടുള്ള അത്രയും അംഗങ്ങൾ സഭാമക്കളില്ല. ഇവിടെ പലരും ജോലി സംബന്ധമായും മറ്റ് പല കാരണങ്ങളാൽ ദൂരസ്ഥലങ്ങളൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങൾ ഇത്രയും പേര് ഇന്ന് ഇവിടെ കടന്നു പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നൊരു പക്ഷേ കുറച്ചുകൂടെ ആൾക്കാർ കടന്നു വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ദേവാലയ നിർമ്മിതിയും തുടങ്ങിയുള്ള ആലോചന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ ആൾക്കാർ കടന്നു വരും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. മനോഹരമായ കാര്യങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെയും സഭയുടെ ഭരണസമിതികളെ പ്രിയപ്പെട്ട ആകെക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർമാർ, പ്രിയ കപ്പയാർച്ചൻ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ എല്ലാവിധമായ ക്രിസ്മസ് ആശംസകളും ഞാൻ സമയത്ത് നേരുന്നു. ഇത്രയും സന്തോഷപൂർണ്ണമായ ഒരു ആഹ്ലാദപൂർണ്ണമായ ഒരു ക്രിസ്മസ് ഞാൻ നിങ്ങൾക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ ഐശ്വര്യപൂർണ്ണമായ ഒരു പുതുവത്സരവും നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, 16-17 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കും. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 16-17 വാക്യങ്ങൾ. മോശ അങ്ങനെ തന്നെ ചെയ്തു.
യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. ദേവാലയ അല്ലെങ്കിൽ ആലയ നിർമ്മിതിയുടെ ഒരു ആദ്യത്തെ ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്ക് ആ വചനത്തെ അടിസ്ഥാനമാക്കി അല്പസമയം ചിന്തിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളെ കൂട്ടി വരുത്തി കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. കർത്താവേ, അല്പസമയം അങ്ങയുടെ മഹത്വമേറിയ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. പറയുന്നപ്പുറമായ ആഴങ്ങളുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണമേ. വചന കേൾവിക്കും വചന പ്രഘോഷണം തടസ്സമായി കർത്താവ് തടസ്സമുള്ള എല്ലാ തടസ്സങ്ങളെയും ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് അകറ്റി അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാനും കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട്, അല്ലെ ദൈവം അവരെ പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗമാണ് ഇന്ന് നമ്മൾ അല്പം മുമ്പ് 1-ാം പാഠമായിട്ട് വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. മിസ്രയീമിലെ അവരുടെ താമസം കഴിഞ്ഞു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൂർവ്വ പിതാക്കന്മാരുടെ അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയുടെ സമയം ആസന്നമായി, അല്ലെങ്കിൽ അത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ അല്പം മുമ്പ് അത് വായിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ നിർണയപ്രകാരമായിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. യാഗം കഴിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിന് പ്രത്യേകമായി പ്രത്യക്ഷനായി പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വെളിപ്പാട് അബ്രഹാമിനുണ്ടായി. പറയുന്ന കാര്യം ഇതാണ്: നിന്റെ സന്തതി പരമ്പരകൾ അന്യദേശത്ത് 430 സംവത്സരം പ്രവാസികളായിട്ട് പോകും. കാലാന്തരത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ സന്തതി പരമ്പരകൾ മിസ്രയീമിൽ പോയി. ജോസഫ് അതിനു മുമ്പായി അവിടെ മിസ്രയീമിൽ ചെന്നു. ജോസഫിൻ്റെ കാലഘട്ടം ഇസ്രായേൽ മക്കൾക്ക് അനുഗ്രഹമായിരുന്നു. ജോസഫിനെ അറിയാത്ത ഒരു രാജഭരണം വന്നു. ആ സമയത്ത് കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കൾ വളരെയധികം ജനങ്ങൾ പെരുകിയിരുന്നു, അല്ലെങ്കിൽ വളരെ വർദ്ധിച്ചിരുന്നു. അത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽ പോലെ എണ്ണിക്കൂടാതെ വണ്ണം ഉള്ള സന്തതികൾ നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ഒരു സന്തതിയും ഇല്ലാഞ്ഞ സമയത്ത് ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന് വിശ്വസിച്ച അബ്രഹാം അതിൻ്റെ സന്തതി പരമ്പരകൾ ധാരാളമായി ദേശത്ത് വർദ്ധിച്ചു വന്നു. ജനത്തിൻ്റെ വർധനവ് കണ്ട് ഭയപ്പെട്ട മിസ്രയീം ഭരണാധികാരി നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തിയാൽ അവർ തങ്ങളെ കീഴ്പ്പെടുത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപായരൂപേണ കൗശലപ്രയോഗത്താൽ ജനത്തെ കുറയ്ക്കാനായിട്ട്, അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അനന്തരഫലമായി അവർ ധാരാളം പീഡനങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചു. അതിനെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ് അവർക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നന്ന് എന്ന് തോന്നത്തക്ക രീതിയിൽ അവർക്ക് കഷ്ടങ്ങൾ പെരുകി, അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു. കാരണം അവരെ ഉപദ്രവിച്ച് വേറെ ഒന്നിനും വേണ്ടിയല്ല, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്, അവരെ കൊല്ലാൻ വേണ്ടിയാണ് അപ്രകാരമുള്ള പീഡനങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് പീഡനത്തിൻ്റെ കാഠിന്യം വളരെ അധികമായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നിലവിളി ദൈവം കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സമയം വാഗ്ദത്ത കാലം കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ തീരാൻ ഉള്ള സമയമായിരുന്നു എന്ന് വേദോസം വായിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും. ഏതാണ്ട് 430 സംവത്സരം അടുത്തു വരുന്ന സമയങ്ങളിൽ ദൈവം നേരിട്ട് തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാനായിട്ട് മോശയെ എഴുന്നേൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മോശയിലൂടെ അവർ മിസ്രയീം വിട്ടു. ഇവിടെ നമ്മൾ ഇന്ന് പാഠമായിട്ട് വായിച്ച് കേട്ട ഭാഗത്തത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ വളരെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ജനം പുറപ്പെട്ടു പോയി എന്ന് കണ്ടപ്പോൾ ഫറവോൻ്റെയും അവിടുത്തെ പ്രഭുക്കന്മാരുടെയും സൈന്യാധിപന്മാരുടെയും ഒക്കെയും
അവരുടെ ചിന്തകൾ മാറി. അവർക്ക് ഒരു അബദ്ധം പറ്റിയല്ലോ എന്നവർ വിചാരിച്ചു, അല്ലെങ്കിൽ ഈ ജനത്തെ അടിമവേലയിൽ നിന്ന് വിട്ടല്ലോ, ഇനി ആര് നമുക്ക് വേണ്ടി അടിമവേല ചെയ്യും തുടങ്ങിയുള്ള ചിന്തകൾ അവർക്കുണ്ടായി. അവരുടെ അതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ആദിജാതന്മാരെക്കുറിച്ചുള്ള നിലവിളിയെല്ലാം വിട്ട് അത് നേരെ എതിരായിട്ട് ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ട് തിരിഞ്ഞു കാണാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ ആ ജനം ഇപ്പോൾ ചിന്തിക്കുന്നത്, അയ്യോ അത് വിട്ടത് കഷ്ടമായി, വിട്ടത് ശരിയായില്ലോ, തെറ്റായി പോയല്ലോ, ഉടനെ അവരെ തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ സർവ്വസന്നാഹങ്ങളോടും കൂടി അവരെ പിന്തുടരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് ഇസ്രായേൽ മക്കൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഒരിക്കൽ മരിച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ച ആ ജനം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്, അത് മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയാണോ ഞങ്ങളെ കൊണ്ടുവന്നത് എന്നവിടെ പറയുന്നു. അതായത് ഫറവോൻ്റെ സൈന്യം പുറകെ വരുന്നു, മുമ്പിൽ ചെങ്കടലാണ്, പിഹാഹിരോഗത്തിൻ്റെ അനുഭവം എന്ന് വേണേൽ നമുക്കതിനെ കുറിച്ച് പറയാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ശത്രുക്കളൊന്നും നമ്മളെ കീഴ്പ്പെടുത്തുമെന്ന് പേടിച്ച് ജനം അങ്ങനെ പറഞ്ഞു. മോശ പറഞ്ഞു, നിങ്ങളങ്ങനെ അധൈര്യപ്പെടരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ദൈവം ഇന്ന് പ്രവർത്തി നിങ്ങൾ കാണും, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ് ജനത്തെ ധൈര്യപ്പെടുത്തി കൊണ്ടുപോകുന്ന ഭാഗമാണ് കാണും. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്ന ദൈവം അബ്രാഹാമിനെ പ്രത്യേകമായി അവൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച ദൈവം ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് അവനെ വിളിച്ചു വേർതിരിച്ചു. അവൻ്റെ പിതാക്കന്മാരുടെ അവരുടെ വംശമായിട്ടുള്ള അവരുടെ വർഗപരമായിട്ടുള്ള തൊഴിലെല്ലാം വിട്ട്, ബഹുദൈവ വിശ്വാസങ്ങളെ വിട്ട്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിൽ വിട്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആരാധന രീതി വിട്ട്, ആത്മാവാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ, വിഗ്രഹങ്ങളില്ലാത്ത ദൈവത്തെ ആരാധിപ്പാൻ വേർതിരിക്കപ്പെട്ടവനാണ് അബ്രാഹാം. ആ ദൈവത്തെ ആരാധിപ്പാൻ തൻ്റെ സന്തതി പരമ്പരകളെ ദൈവം വിടുവിക്കുന്നതാണ് കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഫറവോനോട് കൂടെ പറയുന്നത്, എൻ്റെ ജനത്തെ ആരാധിപ്പാനായിട്ട് വിട്ടയക്കണം എന്നാണ്. അപ്പം ആരാധിക്കാനായിട്ട് വിട്ടയച്ച ജനം ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് വായിക്കുന്നത്, അവരവിടുന്ന് ചെങ്കടലെല്ലാം കടന്നു തിരിച്ചു പോന്നു, അവരവിടെ വന്നു മരുഭൂമിയിലുള്ള യാത്ര തുടങ്ങുന്നു, അവിടെ താമസിക്കുന്നു. ആ ഭാഗത്താണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി എന്ന് പറഞ്ഞു. 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് 1 മാസമായപ്പോൾ ആരാധിക്കാനായിട്ട് വിടുവിക്കപ്പെട്ട ജനം ആരാധിക്കാനായിട്ട് ദൈവം അതിനുള്ള എങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തൊട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന ഇവിടെ അധ്യായം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്നത്, അന്നത്തെ ആരാധന രീതികൾ എന്ന് പറയുന്നത് ബഹുദൈവ ആരാധനകളാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രീതികളാണ്. അവരുടെ ചുറ്റുപാടുമുള്ള അവരല്ലാതെ ഒരു ജനവും ഈ പറയുന്ന രീതിയിൽ യഹോവയാകുന്ന ദൈവത്തെ ആരാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ഏക ദൈവത്തിൽ, യഹോവയാകുന്ന ദൈവത്തിൽ, ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ 20-ാം അധ്യായം മുതൽ ഇപ്പോൾ ഈ അവസാനിക്കുന്ന അധ്യായം വരെയും ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇവിടെ അതിനൊരു പ്രത്യേകമായൊരു സ്ഥാനം നിർണ്ണയിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ഇന്ന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. 1-ാം മാസം 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി അവർ തിരുനിവാസം നിവർത്തു. തിരുനിവാസം എന്ന് പറയുന്നത് ദൈവ ആരാധനയുടെ അല്ലെ ആലയത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ രൂപം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറെ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു കൂടാരമായിട്ടോ ഒരു വാസസ്ഥലമായിട്ടോ അല്ലെങ്കിൽ ഒരു ആരാധിക്കാരൻ കൂടി വരുന്ന പ്രത്യേക ഇടമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആരാധന പറയുന്നുണ്ട്, യാഗപീഠങ്ങൾ ഉണ്ടാക്കിയതായിട്ട് പറയുന്നുണ്ട്, യാഗം കഴിച്ചായിട്ട് പറയുന്നുണ്ട്, ദൈവം പ്രത്യക്ഷമായിട്ട് പറയുന്നുണ്ട്. യാക്കോബ് സ്വപ്നം കാണുമ്പോൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ദൃശ്യമായ ഒരു ആലയവും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ദൃശ്യമായൊരു ആലയം ആരാധിപ്പാനായിട്ട് ജനങ്ങൾക്ക് കൂടി വരാനൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി. തിരുനിവാസം എന്നായിരുന്നു അതിൻ്റെ പേര്. തിരുനിവാസം എന്ത് ചെയ്തു? അവർ നിർത്തും. തിരുനിവാസം എന്ന് പറഞ്ഞാൽ ഒരു കൂടാരമാണ്. അതിൻ്റെ പുറകോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂടാരമാണ് ഈ തിരുനിവാസം എന്ന് പറയും. തിരുനിവാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അധിവാസ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം അധിവസിക്കുന്ന സ്ഥലം, ഒരു കൂടാരത്തിൽ ദൈവം അധിവസിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് അതിൻ്റെ അർത്ഥം.
കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്ന ഇടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. തിരുനിവാസം ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഉടനീളം അതുണ്ടായിരുന്നു, അല്പസ്വല്പ വ്യത്യാസങ്ങളോടെ എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ തിരുനിവാസം എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിൻ്റെ രൂപം, ഭാവം, അതിൻ്റെ വലിപ്പം, പൊക്കം, അതിൻ്റെ ചുറ്റളവുകൾ, അതിനുപയോഗിക്കേണ്ട തുണികൾ, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ കളറുകൾ, അതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ദൈവം പറഞ്ഞാണ്. അതിന് ഇവൻ ചെറിയൊരു ഹുക്കിട്ട് ഒരു കെട്ട് കെട്ടുന്നതിന് പോലും എന്ത് ചെയ്യുന്നു, അതിനെല്ലാം അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നിയമപ്പെട്ടകമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകമാണ്. ദൈവത്തിൻ്റെ പെട്ടകം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അത് വെക്കുന്ന പീഠം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കെരൂബുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെയും ദൈവം പറഞ്ഞ മാതൃകയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞതല്ലാതെ എന്ത് ചെയ്തില്ല, മോശ ഒന്നും ചെയ്തില്ല എന്നാണ്. ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്തു എന്നാണ് കൂടെ ഇവിടെ പറഞ്ഞു വരുന്നത്. ഞാനിത് പറയാൻ കാരണം, ദൈവത്തെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ രീതി ആരാധിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ നമുക്ക് സ്വന്തമായ നമ്മുടെ രീതിയിൽ ആരാധിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ദൈവം അതിനൊരു ക്രമം, അതിനൊരു ചിട്ട, അതിൻ്റെ രീതി എന്ത് ചെയ്തിരിക്കുന്നു, അതിനൊരു മാർഗം ദൈവം കാണിച്ചിരിക്കുക. അതിൻ പ്രകാരം അല്ലാതെ എന്ത് ചെയ്യത്തില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. നിസ്സാരം എന്ന് നമുക്ക് തോന്നാം ഒരു ധൂപം ദേവാലയത്തിന് അല്ലാതെ എന്ത് ചെയ്ത് കത്തിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാഗപീഠത്തിലെ തീ കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ധൂപം കത്തിക്കാൻ. പുറത്തുനിന്നുള്ള കത്തിച്ചാൽ അത് അന്യാഗ്നിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്യാഗ്നി കത്തിച്ചു, ധൂപം കത്തിച്ചതിന് 2 പുരോഹിതന്മാരെന്ത് ചെയ്തു, അവർ മരിച്ചു പോയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പറയുന്ന രീതി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കത്തിക്കാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് ആരാധനയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ദൈവമേ ഇത് അങ്ങനെ ഇഷ്ടമാണോ എന്ന് എന്ത് ചെയ്യണം, ചോദിക്കണം. അല്ലേ, നമുക്കിന്നിപ്പോൾ അങ്ങനെ ഒരു മാതൃക, അങ്ങനെ സ്വപ്നമൊന്നും എന്ത് ചെയ്തില്ല, നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. ആലയം അങ്ങനെ ഇരിക്കുക, അത് ഉപ്പതോട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ മനോഹരമായ ആലയം പണിയാം. അല്ലേ, ഈ ആലയം എങ്ങനെയാണെന്ന് നമ്മൾ അതിന് ഇന്നത്തെ രീതി അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിന് പ്ലാന് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്ലാനൊക്കെ വരപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം തെറ്റോട്ടങ്ങളെല്ലാം കൂടുകയാണ്. നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തോട് പറയണം, ദൈവം ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങേ ആരാധന ഇടം ഞങ്ങൾ ആഗ്രഹിച്ചു, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇതിന് അങ്ങ് എന്ത് ചെയ്യണം, അങ്ങ് ഇത് ഞങ്ങൾക്കൊന്ന് അനുവദിച്ച് തരണമേ, അങ്ങേ കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് നമ്മൾ ആശ്രയിച്ച് ശരണപ്പെടുമ്പോൾ ദൈവം എന്ത് ചെയ്യും, കാരുണ്യവാനായ ദൈവം അത് നമുക്ക് സാധിപ്പിച്ചു തരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം എന്ത് ചെയ്യണം, അത് യോജിച്ച് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനകളോട് നമ്മുടെ ജീവിത രീതികൾ എന്ത് ചെയ്യണം, അത് താതാത്മ്യം പ്രാപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവ ആരാധനയിൽ ദൈവത്തിനാണ് പ്രാധാന്യം. ദൈവം പറയുന്ന രീതിയിലല്ലാതെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ നോക്കുമ്പോൾ പല ഉദാഹരണങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ നോക്കിയിട്ടുണ്ട് പല സമയങ്ങളിലും. അപ്പോഴെല്ലാം അവർക്ക് അനുഗ്രഹം ഉണ്ടായില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശൗൽ രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശൗൽ രാജാവ് എന്ത് ചെയ്തു, ഒരു പട്ടണം കീഴ്പ്പെടുത്തുമ്പോൾ അതിനെ മുഴുവൻ ശപഥാർപ്പിതമായിട്ട് എന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞു. പക്ഷേ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ശൗമേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, യുദ്ധമെല്ലാം യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ശൗമേൽ പ്രവാചകനെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ശൗലിനോട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് കേൾക്കുന്നത്? ആടുകൾ മുക്രയിടുന്നു, കന്നുകാലികളൊക്കെ മുക്രയിടുന്ന ശബ്ദം, എൻ്റെ ശബ്ദം കേൾക്കുന്നല്ലോ, എന്താണത്? അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാത്തിനെയും കൊന്നു നശിപ്പിച്ചു, ആൾക്കാരെയെല്ലാം കൊന്നു നശിപ്പിച്ചു. പക്ഷേ നല്ല നല്ല മൃഗങ്ങളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളതിനെ കൊണ്ടുപോകുന്നു. അത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്, യഹോവയ്ക്ക് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. പറഞ്ഞത് അങ്ങനെയല്ല, പറഞ്ഞത് എല്ലാത്തിനെയും നശിപ്പിക്കണമെന്നാണ്, കൊല്ലണമെന്നാണ് പറഞ്ഞത്. ഇവരെ കൊല്ലാൻ പറഞ്ഞതിന് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മൃഗങ്ങളെ ആ കൊല്ലാൻ പറഞ്ഞ് ദൈവത്തിന് യാഗം അർപ്പിക്കാൻ എന്നുള്ള രീതിയിൽ, ആരാധിക്കാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ശൗമേൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ല. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരിക്കുന്നതാണ് യാഗത്തേക്കാൾ ശ്രേഷ്ഠം.
തീർച്ചയായിട്ടും യാഗം രണ്ടാമതേ വരുന്നുള്ളൂ. ചുരുക്കത്തിൽ യാഗം രണ്ടാമതേ വരുന്നുള്ളൂ. അനുസരണമാണ് ഒന്നാമത്. അനുസരണം എന്നതാ? അനുസരണം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളെപ്പോഴും വേദവസം വായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ സാരം അവിടെയാണ് കിടക്കുന്നത്. നമ്മളും വേദവസം വായിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വേദവസം വായിക്കുമ്പോൾ ഇതെന്താണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് വചന വായനയുടെ പ്രത്യേകത. വേദവസം വായിക്കുന്നത് എന്താണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അവനെ ചെയ്യേണ്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഫ്രാൻസിസിന് ഉള്ള വചനം, അല്ലെങ്കിൽ യോസഫിനുള്ള വചനം, അല്ലെ യോഹന്നാനുള്ള വചനം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് സർവ്വകാലത്തേക്കും സർവ്വതലമുറയ്ക്കും വേണ്ടി എഴുതപ്പെട്ട വചനമാണ്. ആ എഴുതപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ചിലത് ചരിത്രമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു കാലത്ത് നടന്ന ചരിത്ര സംഭവമാണ്, അതിൻ്റെ വിവരണമാണ് തന്നിരിക്കുന്നത്. ചിലത് യുദ്ധമാണ് തന്നിരിക്കുന്നത്, ചിലത് ആൾക്കാരുടെ ജീവിത രീതികളെക്കുറിച്ചാണ് പറഞ്ഞത്, ചിലത് സംഗീതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ചിലത് ഗദ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ചിലത് പലരുമായിട്ട് സംഭാഷണത്തിലാണ്, ചില രാജാക്കന്മാരുടെ ഭരണരീതികളെക്കുറിച്ചാണ്, ചിലത് പ്രവാചകന്മാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം എന്തിനായിരിക്കും? അവരുടെ ജീവിത രീതിയെക്കുറിച്ച് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത് ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അവിടെ ദൈവം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തെ ചേർന്ന് അവരെന്ത് ചെയ്തു, അവിടെ എന്താണ് ദൈവം ഇടപെട്ടത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേണ്ടിയുള്ള പാഠം വ്യത്യസ്ത രൂപങ്ങളിൽ ഭാവങ്ങളിൽ ദൈവം നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാലത്തും എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ മുടക്കം കാട്ടരുത്. ഇവിടെ ദേവാലയ നിർമ്മിതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നിരിക്കുന്നത്. ആദ്യത്തെ തിരുനിവാസം എന്ത് ചെയ്തു? തിരുനിവാസം അവിടെ നിവർത്തും. തിരുനിവാസം നിവർത്തപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ പ്രത്യക്ഷമായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അത് നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അത് അവർക്ക് പ്രത്യക്ഷമായത് ഒരു മേഘത്തിൻ്റെ രൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ മേഘമായിട്ടായിരുന്നു അത് പ്രത്യക്ഷമായത്. മേഘം ഈ കൂടാരത്തിനുമേൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം അവിടെ ഉണ്ട് എന്നവർ കരുതി. ആ മേഘം അവിടുന്ന് പുറപ്പെടുമ്പോൾ പൊങ്ങി മേഘം യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർ ജനം എന്ത് ചെയ്യും? യാത്ര ചെയ്യും. അത് അടയാളമായിരുന്നു. മേഘത്തിൻ്റെ സഞ്ചാരം അനുസരിച്ച്, മേഘത്തിൻ്റെ താമസം അനുസരിച്ച്, മേഘത്തിൻ്റെ എത്ര നാൾ താമസിക്കുന്നു അത്ര നാൾ അവർ കൂടാരം അടിക്കും. എത്ര നാൾ അവർ മേഘം സഞ്ചരിച്ചിട്ടുണ്ട് അത്ര നാൾ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ ഒരു രീതിയിലാണ് മേഘം അവർക്ക് വഴികാട്ടിയായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മേഘം അനുസരിച്ച് പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ അനുസരിച്ച് അവർ പോയി എന്നർത്ഥം. ദൈവം അവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മേഘം നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരവിടെ താമസിക്കും, കൂടാരം അടിക്കും. മേഘം ഉയരുമ്പോൾ എന്ത് ചെയ്യും? അവർ യാത്ര പോകും. മാത്രമല്ല, മരുഭൂമി യാത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മരുഭൂമി യാത്രയിൽ പകൽക്കാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. പകൽക്കാലത്ത് ഈ മേഘം അവർക്കൊരു തണലായിട്ട് നിന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അത് പലപ്പോഴും മരുഭൂമിയിൽ ഭയങ്കരമായുള്ള ശൈത്യമാണ്. ആ സമയത്ത് അവർക്ക് അത് അഗ്നിയായി വെളിച്ചമായി നിന്നു എന്ന് കാണുവാൻ സാധിക്കും. അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പകല് മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. അപ്പോൾ അവരുടെ യാത്ര വളരെ സുഗമമായിരുന്നു. ദൈവം അവരെ നടത്തി, ദൈവം മക്കളെ നടത്തി. ആരാധനയ്ക്ക് വേണ്ടിയായിരുന്നു അവർ പോയത്. എങ്ങനെ ആരാധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ പുതിയ ആലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല മനോഹരമായ, അതോടൊപ്പം തന്നെ ബലവത്തായ ഒരു ആലയം ഇവിടെ ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ അതിനുള്ള ഒരു പൊതുയോഗം കൂടെ കൂടുന്നതായിട്ട് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഉള്ള ഈ ആലയത്തിൻ്റെ സൗകര്യങ്ങൾ നമുക്കറിയാം. ഇതിൽ ഒട്ടും കുറയാതെ അത്രയും മനോഹരമായ, അല്പം കൂടെ വിപുലമായ രീതിയിലാണ് പ്ലാനുകൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഭാവി കുറേ നാളുകൂടെ കണ്ട് ഈ നിർമ്മിതി നമുക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, ഇതൊരു ദേവാലയം ആയതിനാൽ ദൈവത്തെ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒന്നോ രണ്ടോ പേര് അങ്ങനെ കൂടുക എന്നുള്ളതല്ല. സഭ ഒന്നടങ്കം എന്ത് ചെയ്യണം? അതിനൊറ്റക്കെട്ടായി നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. സഭ ഒന്നടങ്കം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇത് ഒരു
ദേവാലയം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന ഇടം എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമാഗമന തിരുനിവാസം എന്ന് പറയുന്നത്. തിരുനിവാസം പറഞ്ഞാൽ തിരു എന്ന് പറയുന്നത് ദൈവം എന്നുള്ള ആശയമാണ് ഉള്ളത്. ആ വാസം എന്ന് പറഞ്ഞാൽ വസിക്കുന്ന ഇടം. ദൈവം വസിക്കുന്ന ഇടം തിരുനിവാസം. ദൈവം വസിക്കുന്ന ആലയം ദൈവാലയം. അപ്പോൾ ദൈവം അധിവസിക്കുന്ന ഒരു ആലയമായിട്ട് അത് പണിതുയർത്തുമ്പോൾ ആ ഒരു ബോധവും നമുക്കിപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനാണ് പണി ചെയ്യുന്നത്? നമ്മൾ ദേവാലയത്തിനാണ് പണി ചെയ്യാനാണ് പോകുന്നത്. എന്തിനാണ് നമ്മൾ സംഭാവന കൊടുക്കുന്നത്? ദേവാലയ നിർമ്മിതിക്കാണ് നമ്മൾ സംഭാവന കൊടുക്കുന്നത്. എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്? ഒരു ദേവാലയത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അപ്പോൾ ദൈവമേ എന്നുള്ള ചിന്തയും ദൈവമേ അത് ഞങ്ങൾക്ക് സാധിപ്പിച്ച് തരണമേ എന്നുള്ള ചിന്തയും നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ, മുൻകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ടു. അവരെ ബുദ്ധിമുട്ടി ഈ മനോഹരമായ ഒരു ആലയം അന്ന് നമുക്ക് പണി തീർപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശാരീരികമായും മാനസികമായിട്ടും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നേക്കാൾ കൂടുതൽ ഇവിടുത്തെ ചരിത്രം നിങ്ങൾക്കറിയാം എന്നുള്ള കാര്യത്തിന് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും മുമ്പേ പറയുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ്, ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചു തന്നെയാണ് നമ്മളിവിടെ ഈ സഭയുടെ സ്ഥാപിതമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കാലാനുസൃതമായി അടുത്ത കാലത്ത് നമുക്ക് മനോഹരമായൊരു പാഴ്സനേജ് നമുക്ക് പണിയുവാനായിട്ട് സാധിച്ചു. തുടർന്ന് നമ്മൾ ദേവാലയത്തിൻ്റെ പണിക്കും കൂടെ നമ്മൾ ഇറങ്ങിപ്പെടുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. കാരണം ഇത് ദൈവ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദൈവമക്കളുടെ ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടമാണ് നമ്മൾ പണിയുന്നത്. വേദവസ്തുത്തിൽ ആലയം പണിയുമ്പോൾ എല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് എന്ന് മറന്നു പോകരുത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? പല ഇഷ്ടങ്ങളുണ്ട്. ഒന്ന് രണ്ട് ഇഷ്ടങ്ങളൊക്കെ പറയാനാണ് പിള്ളേർക്ക്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ഞാനിവിടെ കുറേ നേരമായി പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എന്തായിരിക്കും? എന്തോ? ദൈവമക്കളാകുക. ഓക്കെ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ദൈവത്തെ ആരാധിക്കുക. ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ആകുക. ഞാൻ ഒരു വാക്യം പറയാം, അതിൻ്റെ കുറച്ച് ഭാഗം പറയാം, ബാക്കി നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ആഗ്രഹം? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ഒരു വാക്യമാണ്. ബാക്കി പറഞ്ഞാൽ മതി. ഓർക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ഇരുളിനെ മനുഷ്യൻ സ്നേഹിച്ചതാണ്. വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. ആരാണ് വെളിച്ചം? ദൈവം. ഓക്കെ, ദൈവം വിശുദ്ധനല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ധാരാളം അങ്ങനെയുള്ള വചനങ്ങൾ അതിനൊക്കെ കാണാൻ സാധിക്കും. അതെല്ലാം ആലയവും നാമുമായിട്ടുള്ള ബന്ധമില്ല. അവസാനം പറയുന്നത് ആലയം എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ആരാണ്? അവസാനം പറയുന്നത് ഇതിങ്ങനെ വന്ന് പറയണം, ദൈവത്തിൻ്റെ മന്ദിരം നിങ്ങൾ തന്നെയാണ്. അതുവരെയെല്ലാം പറഞ്ഞിട്ട് അത് ഒരു വേർതിരിച്ച് പറഞ്ഞ് വന്നിട്ട് അവസാനം പറയാം ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നിങ്ങളാണ്. ദൈവാലയം എന്ന് പറഞ്ഞാൽ ആരാ? ദൈവാലയം എന്ന് പറഞ്ഞാൽ നിങ്ങളാ. ഒത്തിരി അർത്ഥം അതിൻ്റെ അകത്തുണ്ട്, ഒത്തിരി അർത്ഥമുണ്ട്. നമ്മളാണ് പിന്നെ ദേവാലയം പണിയേണ്ട കാര്യമുണ്ട് അല്ലേ? അത് വേറൊരു ചിന്ത. അപ്പോൾ എന്താണ് എൻ്റെയൊക്കെ അർത്ഥം? ദൈവത്തിൻ്റെ മന്ദിരത്തിനും നമ്മളാകുന്ന ദൈവത്തിനും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, അതിപ്രധാനപ്പെട്ട സ്വഭാവം. എന്താണത്? വിശുദ്ധി. ഇപ്പം നമ്മൾ ആഗമനത്തിൻ്റെ നാളുകളാണ് അല്ലേ? ആഗമനം എന്ന് പറഞ്ഞാൽ എന്താ? ആഗമനം എന്ന് പറഞ്ഞാൽ എന്താ? ആഗമനം എന്ന് പറഞ്ഞാൽ വരവ്. വളരെ സിമ്പിളാണ്. ആഗമനം എന്ന് പറഞ്ഞാൽ വരവ്. എന്നാ വരവ്? ആരുടെ വരവ്?
യേശുവിൻ്റെ ജനനം, അതാണ് സഭാ കലണ്ടർ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുക. യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. ക്രിസ്മസ് പാട്ടൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞു അല്ലേ. അതെല്ലാം ദൈവപുത്രൻ്റെ വരവിനെക്കുറിച്ച്, ആഗമനമാണ് അല്ലേ. അപ്പോൾ ആഗമനത്തിൽ നമ്മൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ക്രിസ്മസ് കാലഘട്ടമാണ്. അപ്പോൾ ഈ എന്തിനാണ് ഈ ആഗമനം വേണ്ടി വന്നത്? എന്തിനായിരിക്കും ആഗമനം വേണ്ടി വന്നത്? ആരായിരിക്കും എൻ്റെ കാരണക്കാരൻ? മനുഷ്യരാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഞാനും നിങ്ങളുമാണ്. എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് ഈ ആഗമനം വേണ്ടി വന്നത്. അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി പിറക്കേണ്ടി വന്നത്, യേശു ജന്മം എടുത്തത് ആർക്ക് വേണ്ടിയാ? എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ്. അതാണ് കർത്താവ് പറയുന്നത്. ദൈവം പറയുന്നത്, എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമുക്കെല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകാനാണ് എന്ത് ചെയ്തത്? യേശു ജന്മം എടുത്തത്, ദൈവം മനുഷ്യനായി വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഇല്ലാത്തവർക്കോ നിത്യജീവനില്ല. യേശു തന്നെ പറഞ്ഞു, എന്നെ കൈക്കൊള്ളുന്നവൻ ആരെ കൈക്കൊള്ളുന്നു? എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഞാനും പിതാവും ഒന്നത്രേ അല്ലേ. അപ്പോൾ ദൈവം നമ്മെ രക്ഷിപ്പാണ്ട് വന്നു. ആ കാലഘട്ടമാണ് നമ്മളിപ്പോൾ ആഗമന കാലഘട്ടം കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം പൊതുവായുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധിയാണ്. എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കാൻ ദൈവം എന്ത് ചെയ്തു? ദൈവം നേരിട്ട് വന്നു എന്നർത്ഥം അല്ലേ. അതുകൊണ്ടാണ് അശുദ്ധൻ എന്ത് ചെയ്തില്ല? അശുദ്ധന് നിത്യജീവനില്ല, അവന് നിത്യന്യായവിധി മാത്രമേ ഉള്ളൂ. പാപിക്ക് എന്തില്ല? പാപിക്ക് പാപാവസ്ഥയിൽ അവന് മരണം മാത്രമേ അവനുള്ളൂ, അവന് രക്ഷയില്ല. അവനെ രക്ഷിപ്പാൻ ആര് വന്നു? രക്ഷിപ്പാൻ ദൈവം വന്നു. അതാണ് നമ്മൾ ഓർമ്മ കൊണ്ടാടുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെല്ലാം പൊതു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമ്മൾ ദൈവ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധിയാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മൾ പറയുന്നൊരു കാര്യം ഇഷ്ടപ്പെടണമെങ്കിൽ അത് എങ്ങനെയുള്ളവർ പറയണം? ആര് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ? വിശുദ്ധിയുള്ളവൻ, വിശുദ്ധൻ പറഞ്ഞാലേ, വിശുദ്ധ പറഞ്ഞാലേ എന്ത് ചെയ്യണം? ദൈവം കേൾക്കത്തുള്ളൂ അല്ലേ. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് അത് ചേരത്തുള്ളൂ, അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതാണ് എൻ്റെ പ്രത്യേകത. ദൈവത്തോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് വരണം അല്ലേ. അതാണ് പലപ്പോഴും മധ്യസ്ഥന്മാർ എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച് മധ്യസ്ഥൻ ആരാണ്? വേദോസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവാണ്. യേശുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ചില്ല. ഇനി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കേൾക്കണമേ, പിതാവേ കേൾക്കണമേ. കാരണം യേശുവിൻ നാമത്തിലൂടെ അല്ലാതെ, യേശുവിലൂടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? നമുക്കവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ ആരാധിക്ക് വരുമ്പോൾ യേശുവിൻ നാമത്തിലാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തോട് പറയുമ്പോൾ ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം? യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു വേണം എന്ത് ചെയ്യാൻ? അപേക്ഷിക്കാൻ. അതാര് കേൾക്കും? അത് ദൈവം കേൾക്കും അല്ലേ. പൊതു സ്വഭാവം എന്താണെന്ന് പറഞ്ഞ്, പൊതു സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. എങ്ങനെയാണ് ഒരാളെ വിശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവൻ വിശുദ്ധനായ ദേവാലയത്തിൽ, വിശുദ്ധ ആലയത്തിൽ, വിശുദ്ധ ദൈവത്തിനടുത്ത് വരേണ്ടതെന്നെ കുറിച്ച് പറയുന്നുണ്ട്. അതിനാണ് പഴയ നിയമവേദഭാഗങ്ങളെല്ലാം കൂടുതലായിട്ട് യാഗങ്ങളിലാണ് അതെല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത്. യാഗങ്ങളിലാണ്. ഇന്നോ ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആണോ? അന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കളെ മേഘങ്ങളിൽ വഴി നടത്തിയ ദൈവം, മോശ ഇവിടെ തിരുനിവാസം ഉണ്ടാക്കിയ തിരുനിവാസം നിവർത്ത അവിടെ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരിലൂടെ? ആര് മുഖാന്തരം? യേശു മുഖാന്തരം. അന്നത്തെ ദൈവത്തിൻ്റെ സ്വഭാവവും ഇന്നത്തെ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെങ്കിലും വ്യത്യാസം വന്ന് കാണുമോ? ഇപ്പം നമ്മൾ അറിയാൻ തുടങ്ങി തന്നെ ഒത്തിരി വർഷങ്ങളായി അല്ലേ. വ്യത്യാസം വന്ന് കാണുമോ? കാണുമോ? ഇല്ല. നമ്മൾ പറയുമായിരിക്കും യാഗമില്ല, ആടില്ല, കോഴിയില്ല, കന്നാലിയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞായിരിക്കും അല്ലേ. ഇല്ല. കൽപ്പനയ്ക്കകത്ത് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കൽപ്പനയ്ക്കകത്ത് 10 കൽപ്പന പ്രധാനമായിട്ട് പഠിക്കുന്നതിൻ്റെ അകത്ത് ഇസ്രായേൽ മക്കൾക്ക് പഠിക്കാൻ കൊടുത്തിരുന്നതും അനുസരിക്കണമെന്നും വളരെ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്ന ആ കൽപ്പനയിൽ യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? പുതിയ നിയമത്തിൽ ഏതെങ്കിലും യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? ചെയ്യേണ്ടതായിട്ടുള്ള യാഗങ്ങളെക്കുറിച്ച് ഇല്ല.
അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല. അന്നത്തെ ആ യാഗങ്ങളും കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? നമ്മുടെ അശുദ്ധി മാറ്റാൻ വേണ്ടിയുള്ളതാണ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് യാഗങ്ങളെല്ലാം. വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് യാഗങ്ങൾ മുഴുവൻ. മറ്റ് സ്തോത്രാർപ്പണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ധാരാളം സ്തോത്രാർപ്പണങ്ങളെക്കുറിച്ച്, ദൃശ്യമായ സ്തോത്രാർപ്പണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ അർപ്പണം? പിന്നീട് മാറ്റം വരുന്നത് എങ്ങനെയാണ്? എന്ത് സ്തോത്രാർപ്പണമാണ്? എന്ത് യാഗമാണ്? ഇപ്പോൾ യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താ യാഗം? സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെ എന്ത് ചെയ്യുന്നു? മോഹത്തപ്പെടുത്തും. നമ്മൾ ഹൃദയം തുറന്ന് ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് ഏതിന് തുല്യമാണ്? പഴയ നിയമത്തിലെ സ്തോത്രയാഗത്തിന് ഈക്വലാണ്. അന്ന് വന്നൊരു മിസ്റ്റേക്ക് വന്നു, മറ്റേ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് അവർ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തില്ല? ഈ സ്തോത്രവും ഒന്നുമില്ല, അല്ല ദൈവത്തോടുള്ള നന്ദിയില്ല. നന്ദി ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു? ഇതൊരു റൊട്ടീനായിട്ട് അവർ അർപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. യാഗങ്ങൾ അർപ്പിച്ചിരുന്നു, കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ കാഴ്ചകളോടുകൂടെ അവർ എന്ത് ചെയ്യപ്പെട്ടില്ല? സമർപ്പിക്കപ്പെട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അതിന് യെശയ്യാപ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് അത് വ്യർത്ഥമായിട്ടുള്ള ആരാധനയാണ്. വ്യർത്ഥമായിട്ടുള്ള ആരാധന. നമ്മളിവിടെ ഇപ്പോൾ ആലയത്തിൽ വന്നിരിക്കുന്നു അല്ലേ? നമ്മളിവിടെ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവമേ എന്നൊരു ചിന്തയോ ദൈവാലയപരമായ ചിന്തയോ ഇല്ലാതെ നമ്മൾ മറ്റ് ലോക വ്യാപാരങ്ങളിൽ നമ്മുടെ ചിന്ത കറങ്ങി നടന്നാൽ അതെന്താരാധനയാണ്? അത് വ്യർത്ഥമായ ആരാധനയാണ്. അതായത് നമ്മൾ സേസയുടെ ആരാധന പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണാത്മാവോടെ എന്ത് ചെയ്യണം? പൂർണ്ണമായിരിക്കണം. ശരീരം ഇവിടെ ഇരിക്കുക, മനസ്സ് എല്ലായിടത്തും നിർത്തുക എന്നല്ല. ശരീരം ഇവിടെ ഇരിക്കുക, ചിന്തകൾ പല വഴിക്ക് പോകുക എന്നുള്ളതല്ല. മനസ്സും ശരീരവും ചിന്തയും എല്ലാം എന്ത് ചെയ്യുക? ദൈവമേ എന്നുള്ള ഒറ്റ കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കേണ്ടതാണ്. അവിടെയാണ് ദൈവം പ്രസാദിക്കുക. അതാണ് ദൈവം നോക്കുന്നത് അല്ലേ? ആലയം എന്ന് പറഞ്ഞാൽ എന്താ? ആലയം, ആലയം, ഈ ആലയം എന്നാ ആലയവാ? ദൈവാലയമാണ് അല്ലേ? ദൈവം വസിക്കുന്ന ഇടവാ അല്ലേ? അപ്പോൾ വേദോസ്തം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ വേർതിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട്. സലോമോൻ ആലയം പ്രതിഷ്ഠിക്കുമ്പോൾ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ദൈവം പറയുന്ന കാര്യമുണ്ട്. എന്നതുപോലെ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും എവിടെ ഇരിക്കും? ഈ ആലയത്തിലിരിക്കും. നമ്മൾ ഓർക്കണം, നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. വേറെ അർത്ഥത്തിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നാം ഇവിടെ വരുന്നതും പോകുന്നതെല്ലാം ആര് കാണുന്നു? ദൈവം കാണും. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസമൊക്കെ ഭയങ്കര കൂടുതലായപ്പോൾ നമ്മൾ പറയും ഇവിടെ മാത്രമല്ല, അപ്പോൾ നമ്മൾ പുറത്തോളം നടന്നതിന് ആര് കാണുന്നുണ്ട്? അത് തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ദൈവം കാണുന്നു. അതല്ല വിഷയം. പുറമേത്തുള്ള കാര്യം അത് വേറെയാണ്. ഇവിടെ വരുന്നത് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട സംഗതിയാണ് അല്ലേ? ഇവിടെ വന്ന് ദൈവം കാണുന്നുണ്ട്, ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെ ഇരിക്കുന്ന അതിൻ്റെ അകത്ത് പറയുന്നത്, കൃത്യം പറയുന്നത്. ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? ദൈവം കാണും. ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മളെ ദൈവം കാണും. ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം കാണും. നമ്മുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്ത് കാണും? നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നതാണ് അല്ലേ? ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് എല്ലാം കാണും. പക്ഷെ ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ എത്ര പേരിവിടെ കാണും അല്ലേ? നമ്മൾ മറ്റ് പല, അതായത് ഏകാഗ്രത വിട്ടുപോകുന്ന ആരാധനകളെക്കുറിച്ചും രീതികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പരാമർശിച്ചത്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്: ഒരു മനുഷ്യൻ അവൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിച്ച് അവന് ഏകാഗ്രമായി ദൈവസന്നിധിയിൽ ഇരിക്കാൻ സാധിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട അവസ്ഥയാണ്. അതാണ് യഥാർത്ഥ ആരാധനയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അങ്ങനെ വേണം ആരാധിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് സാധാരണ ആൾക്കാർക്ക് സാധ്യമല്ലെന്നും പറഞ്ഞിരിക്കുന്നു. അതിനാണ് ഇന്ദ്രിയജയം എന്ന് പൗലോസ് അപ്പോസ്തലൻ വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇന്ദ്രിയജയങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മനസ്സ്, ശരീരം, ചിന്തകളെല്ലാം ഏകാഗ്രമാക്കുന്ന അവസ്ഥയാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. ഇന്ദ്രിയം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. അപ്പോൾ അതൊക്കെ വളരെ വളരെ ആരാധനയുടെ ഓരോരോ ലെവലിൽ നിന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം, എല്ലാത്തിനും അത് ആണെങ്കിൽ പോലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ മഹത്തായ യജ്ഞത്തിൽ ഏർപ്പെടുമ്പോൾ, ഇവിടെ നമ്മളിപ്പോൾ ഈ ആലയത്തിലാണ് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് ഓർത്തോണം. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ പറയുന്നത് ആര് കേൾക്കുന്നുണ്ട്? ദൈവത്തിന് ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ?
ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന ആര് കാണുന്നുണ്ട്? ദൈവം നിന്നെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിന് അത് അറിയാം. നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നതെല്ലാം അറിയാം. അവിടെയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണമെന്ന് പറയുന്നതിൻ്റെ സാരം അവിടെയാണ് കിടക്കുന്നത്. വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം എപ്പോഴും എന്ത് ചെയ്യണം? വായിക്കണമെന്ന് പറയുന്നത്. ദൈവത്തിനെ എന്ത് ചെയ്യണം? എപ്പോഴും വായിക്കണം. നമ്മൾ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്കറിയത്തില്ല അല്ലേ? എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. കുറേ കാര്യങ്ങൾക്ക് വളരെ ചിട്ടയായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ആരാധനയിലെ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുള്ള അതും കൂടെ ഞാനൊന്ന് പറയാം. ആരാധനയുടെ പ്രത്യേകത, നമ്മൾ CSA ആരാധനകൾ പ്രത്യേക വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ പ്രത്യേകമായിട്ടും നമ്മൾ കൽപ്പന വായിക്കുന്നുണ്ടല്ലേ? കൽപ്പന വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആരാധന തുടങ്ങുന്നത്. കൽപ്പനയോ കൽപ്പനയുടെ സംഗ്രഹമോ പറയും. അതിനുശേഷം ഉടനെ വരുന്നത് എന്താ? കൽപ്പന വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പാപങ്ങളേറ്റു പറയാണ്. പാപങ്ങളേറ്റു പറയാണ്. അതിനായിരിക്കും അങ്ങനെ പറഞ്ഞത്. കൽപ്പന വായിക്കാതെ പാപം ഏറ്റു പറയാൻ പറ്റത്തില്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. ലംഘനം എപ്പോഴും ഏതിനാ? എന്താ ലംഘിക്കുന്നത്? കൽപ്പനകളാണ് ലംഘിക്കുന്നത്, പ്രമാണങ്ങളാണ് ലംഘിക്കപ്പെടുന്നത് അല്ലേ? ലംഘനം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ ആരാധന നമ്മളിവിടെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? കൽപ്പനകൾ അതിന് മുമ്പേ വായിക്കപ്പെടുന്നത്. കൽപ്പന ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, കൽപ്പനകൾ ഇതാണ്. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ലംഘിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്നോ അതിലേക്കമോ അധികമോ ലംഘിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ എന്ത് ചെയ്തേക്കുക? ഏറ്റു പറഞ്ഞേക്കുക. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയപ്പോൾ തലമുണക്കുകയോ നേർച്ചയിടുകയോ കാഴ്ചവെക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം ഓർത്തോണം. അന്നേരം എന്ത് ചെയ്യണം? കർത്താവെ പറ്റിപ്പോയി ക്ഷമിക്കണം അല്ലേ? അപ്പനെ അമ്മയും ബഹുമാനിക്കുക. വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി നമ്മുടെ പിതാക്കന്മാരെയും മാതാക്കളെയും നോക്കാതെ വന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൽപ്പന വായിക്കണം. എന്നാ ഓർത്തോണം? അയ്യോ പറ്റിപ്പോയി കർത്താവെ, അവർ വേണ്ട രീതിയിൽ നോക്കാൻ, അവർ വേണ്ട രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണേ. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞില്ലേ? കൽപ്പന വായിച്ചു. ചന്ദ്രാവത്ത് മോഷ്ടിക്കുന്ന കൽപ്പനയാണ്, പക്ഷേ എന്ത് ചെയ്തു പോയി? മോഷണം ചെയ്തു പോയി. ക്ഷമിക്കണം. അങ്ങനെ ഓരോ കൽപ്പനകളും നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. ഇവിടെ വായിക്കപ്പെടുമ്പോൾ നമ്മൾ എല്ലാ കൽപ്പനയും ലംഘിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഏതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം? ഒരു അല്പസമയം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു എന്നാണ്ട് ഒരു മൗനമുണ്ട് അല്ലേ? മൗനമുണ്ട്. നമുക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കൂടുതലായിട്ട് അച്ഛന്മാരും മൗനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാരുടെ നോക്കുക, അച്ഛൻ എന്നാ പറ്റി, ഉറങ്ങുമില്ല ആണോ? അതാ അച്ഛൻ ഉറങ്ങുകയാണെന്ന് നോക്കാനുള്ളതല്ല. ഉപദേശി ഉറക്കം തൂങ്ങിപ്പോയോ മറന്നുപോയോ നോക്കാനുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാണ്? നമ്മൾ സ്വയം കേട്ട കൽപ്പനയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ദൈവമേ മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് അല്ലേ? പിന്നെ പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ട്, കാരണം എൻ്റെ ഒരു കാര്യം വിട്ടുപോകരുത്, അതിനു വേണ്ടിയാണ്. അല്ലാതുള്ള ആ മൗന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കണം, ദൈവമേ തെറ്റിപ്പോയല്ലോ, ക്ഷമിക്കണം എന്ന് പറയാനുള്ള അവസരമാണ് അല്ലേ? ആരാധനയുടെ ഒരു ഭാഗമാണ്. ആരാധന വളരെ പ്രധാനപ്പെട്ട. അതിന് ശേഷമേ എന്താ ഉള്ളൂ? അതിനുശേഷം ആരാധന തുടരുന്നു. അപ്പോൾ ആരാധന എന്ന് പറയുന്നത്, ആരാധനയ്ക്ക് ദൈവത്തെ വരിക എന്ന് പറയുന്നത്, ആരാധകൻ്റെ ജീവിത രീതികൾ എന്ന് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. ആരാധന ആലയം പണി മുതൽ അവിടെ ആരാധനയ്ക്ക് വരുന്ന ആൾക്കാരുടെ ജീവിതം മുഴുവൻ, ഓരോരോ ഞായറാഴ്ചകളുള്ള ദൈവതാരാധനയ്ക്ക് വരുമ്പോഴെല്ലാം അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിശുദ്ധ വചനവുമായിട്ട്, ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കി എന്ത് ചെയ്യാം? നമുക്ക് ഈ ആലയം പണി, നമുക്ക് പുനരുദ്ധാരണ പണികൾ, പുതിയ ദേവാലയ നിർമ്മാണം നമുക്ക് ആരംഭിക്കാം. ഓരോ സമയവും ദൈവമേ എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യും? സാധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീഴ്ചകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ത് ചെയ്യുക? അത് പറഞ്ഞേക്കുക. ഒത്തൊരുമിച്ച് എന്ത് ചെയ്യുക? നമ്മൾ നിൽക്കുക. മനോഹരമായിരിക്കും. അതിൻ്റെ ഒരു പിഴവും എന്ത് ചെയ്യരുത്? വരരുത്. അതിൻ്റെ അകത്ത് യാതൊരു വിട്ടുവീഴ്ച എന്ത് ചെയ്യരുത് നമ്മൾ ചെയ്തത്. നമ്മൾ യെരൂശലേം ദേവാലയത്തിൻ്റെ അത് നിർമ്മിതിയെക്കുറിച്ച് പറയുമ്പോൾ വസ്ത്രം പറഞ്ഞ് 2 കൈയും തലയെ കൈവച്ചു. അത്രയും മനോഹരമായിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത്രയും മനോഹരമായിട്ട് അവസാനം പണിത് വരുമ്പോൾ എന്ത് ചെയ്യുക? അവസാനം ആലയത്തിൻ്റെ അകവശമൊക്കെ എന്ത് ചെയ്യുകയാണ്? മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത് എവിടുന്ന് കിട്ടി ഈ പൊന്നൊക്കെ അല്ലേ? ഇവിടെ ഈ തിരുനിവാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നീലനൂൽ, തുമ്പ്രനൂൽ, പഞ്ഞിനൂൽ, ചോപ്പിച്ച ആട്ടുരോമം, തകസ് തോൽ എന്നൊക്കെ പറഞ്ഞ് എന്ത് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മരുഭൂമിയിലുള്ള ആൾക്കാർക്ക് എവിടെ നിന്ന് കിട്ടിയതില്ല? അല്ല, അവരുടെ കയ്യിലുണ്ട്.
മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ എന്ത് ചെയ്താണ്? അവർ ചോദിച്ചു വാങ്ങിച്ചും അല്ലാതെയൊക്കെയായിട്ട് കൊണ്ടുപോകുന്ന സംഗതികളാണ് അതെല്ലാം. വേണേൽ അവർക്ക് എന്ത് ചെയ്യാം? മരുഭൂമിവാസം കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യാം? അവിടെ പോയി എടുക്കാമെന്ന് പറയാം. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു നിർദ്ദേശം വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ അങ്ങ് തോന്നുകയാണ്. തീർച്ചയായിട്ടും അത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല. എന്ത് ചെയ്തു? അവർ കൊടുത്തു. അത് അവർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്തിലും കൂടെ വിശ്വസിക്കണം? ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദത്തങ്ങളിലും എല്ലാം വിശ്വസിക്കുക. ദൈവത്തെ ഇറങ്ങിപ്പെടുക. ദൈവനാമോഹത്തിനായിട്ട് വളരെ മനോഹരമായ ഒരു ആലയം എടുത്തിരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കാലാനുസൃതമായി നല്ല ഒരു ആലയം ഇവിടെ ഉയരട്ടെ. ആലയം ദൃശ്യമായ ആലയമാണ് നമ്മൾ പണിയുന്നത്. ദൃശ്യമായ ആലയം പണിയുമ്പോൾ ഒരു അദൃശ്യമായൊരു ആലയം കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയരുന്നുണ്ട് എന്ന് മറന്നു പോകാൻ. അത് നമ്മുടെ ഒരുമയാണ്, അത് നമ്മുടെ കൂട്ടായ്മയാണ്, നമ്മുടെ ഫെലോഷിപ്പാണ്. ഒരുമിച്ചുള്ള സഭ എന്നുള്ള നിലയിലുള്ള ഒരു ഒത്തുചേരലാണ്, അല്ലെങ്കിൽ അന്തചിത്രമില്ലാത്ത ഒരു ഒത്തുചേരലാണ്. അതാണ് ഞാൻ അദൃശ്യമായ ആലയം എന്ന് പറയുന്നത്. ഇവിടെ മനോഹരമായ ആലയം ഉയർന്നു കഴിയുമ്പോൾ അതിനേക്കാൾ ഉപരിയായി മനോഹരമായ ഒരു ആത്മീക മന്ദിരവും ഇവിടെ ഉയരുവാൻ തക്കവണ്ണം, ഒരു കൂട്ടായ്മയുടെ ഒരു മന്ദിരം ഉയരുവാൻ തക്കണം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ദൈവം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.